പിണ്ടിമന പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിമ്മിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കത്ത് കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ ചർച്ച വന്ന സാഹചര്യത്തിൽ 10-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഓപ്പൺ ജിം നിലവിലുള്ളതിനാൽ പഞ്ചായത്തിലെ മറ്റൊരു വാർഡിലേക്ക് NOC കൊടുത്താൽ മതിയെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. 10-ാം വാർഡ് മെമ്പർ SM അലിയാർ മാത്രമാണ് ഇതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 2 LDF മെമ്പർമാരും വിയോജിപ്പ് അറിയിച്ചിട്ടില്ല. ഈ വിവരം പഞ്ചായത്തിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ പിണ്ടിമന പഞ്ചായത്തിൻ്റെ 10-ാം വാർഡിൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ പദ്ധതികൾ അനുവദിച്ചിട്ടുള്ളതും ഈ രണ്ടാമതൊരു ഓപ്പൺ ജിം അല്ലാതെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെച്ചിട്ടുള്ള മുഴുവൻ പദ്ധതികൾക്കും ഞങ്ങൾ NOC നിലവിൽ നൽകിയിട്ടുണ്ട്. ആ NOC നൽകിയതിൻ്റെ പേപ്പറുകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പദ്ധതി ഒഴിച്ചാൽ മറ്റെല്ലാ പദ്ധതികളും ഞങ്ങൾ അംഗീകരിക്കുകയും പദ്ധതികൾ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റിവിടെ ഇരിക്കുന്ന 9 UDFൻ്റെ മെമ്പർമാരുടെ ഒരു വാർഡിൽ പോലും കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരു പൈസയുടെ വർക്ക് പോലും ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകൾക്ക് തരുന്ന ഫണ്ടിൻ്റെ അനുസരിച്ച് സർക്കാരിൽ നിന്ന് അനിവാര്യ പ്രോജക്റ്റുകൾക്ക് കൂടി ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം തരും. ആ അനിവാര്യ പ്രോജക്റ്റുകൾ കോമണായി എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസ ഞങ്ങൾ 13 ഡിവൈഡ് ചെയ്യണത്. ഈ 13 വാർഡിലേക്കും അവിടെ മറ്റുള്ള പ്രതിപക്ഷ നേതാവ് പഞ്ചായത്ത് ആക്റ്റിൽ പ്രതിപക്ഷം എന്നുള്ളതില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഗണത്തിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. എത്ര ഫണ്ട് അവിടെ വീതം വെച്ചാലും 13 ഞങ്ങൾ വീതം വെച്ചിട്ടുള്ളത്. ഒരു ഫണ്ട് പോലും ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ കൂടുതലായിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല. പഞ്ചായത്തിന്റെ അനിവാര്യമായ പദ്ധതികൾക്ക് ഫണ്ട് മാറ്റിക്കഴിഞ്ഞാൽ 13 വാർഡിനും തുല്യമായി തന്നെയാണ് ഫണ്ട് വീതം വെക്കുന്നതെന്നും 10-ാം വാർഡിലേക്ക് മാത്രം കൂടുതൽ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുവദിക്കുന്നുവെന്നും UDF മെമ്പർമാർക്ക് ജില്ലാ പഞ്ചായത്ത് ഇതുവരെ ഒരു വർക്കിനും ഫണ്ട് നൽകിയിട്ടില്ലെന്നും വാർത്താസമ്മേളനത്തിൽ ജെസി സാജു അറിയിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിലനിർത്തി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് 10-ാം വാർഡിലെ വികസനത്തിന് ഈ ഭരണസമിതിയെ എതിര് നിൽക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് പറയാനുള്ളത്. ഈ അലിമാഷ് ഉന്നയിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കൃത്യമായ രേഖകൾ എന്നിൽ നിക്ഷിപ്തമാണ്. ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തെടുത്തേക്കണ തീരുമാനങ്ങൾ മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും 10-ാം വാർഡിൽ മെമ്പറെ ഒരു വികസനത്തിൽ നിന്നും പുറകോട്ട് മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് SM അലിമാഷ് പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ 10-ാം വാർഡിൽ ഒരു ഓപ്പൺ ജിമ്മും കൂടി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ 13 വാർഡുള്ള ജനം ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രസിഡന്റ് ഈ ഒരു വാർഡിൽ തന്നെ കൊണ്ടുവന്ന 2 ഓപ്പൺ ജിമ്മ് കൊടുത്താൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു എക്സസൈസ് ചെയ്യേണ്ടേ എന്നൊരു മറുചോദ്യം ജനം എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ജനത്തോട് മറുപടി പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു ഓപ്പൺ ജിമ്മും കൂടി 10-ാം വാർഡിലേക്ക് അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാകാത്തത്. ഒരു വാർഡിൽ തന്നെ രണ്ടാമതൊരു ഓപ്പൺ ജിം വെക്കുന്നതിനെ മാത്രമാണ് തങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും പിണ്ടിമന പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ കൊടുക്കാത്ത സൗകര്യം ഒരു വാർഡിൽ തന്നെ 2 തവണ വെച്ചാൽ മറ്റു വാർഡിലെ ജനങ്ങളെ അവഗണിക്കുന്ന പ്രവൃത്തിയായി മാറും എന്നതുകൊണ്ടാണ് NOC നൽകുന്നില്ല എന്ന് തീരുമാനമെടുത്തതെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.